ഹലോ കൂട്ടുകാരെ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വീണ്ടും ഒരു ഗാർഡൻ വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇവിടെ ഇപ്പം സമ്മറൊക്കെ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് ഗാർഡനിലൊക്കെ നമുക്ക് ഒരുപാട് പണിയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് കുടുംബസമേതം ഗാർഡനിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇന്ന് നല്ല വെതറാണ്, നല്ല സണ്ണിയാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇന്ന് ഞങ്ങളുടെ ഗാർഡനിൽ ഗ്രാസ് ഒരുപാട് വളർന്ന് നിൽക്കുകയാണ് അപ്പം ഗ്രാസ് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ മോന് ഇപ്പം ഇവിടെ ഗ്രാസ് കട്ട് ചെയ്യാൻ പോവാണ്. ഇവിടെ നിന്ന് ഒരു റോസാ ചെടി കരിഞ്ഞു പോയി. അപ്പം ഞങ്ങൾ പുതിയൊരു റോസാ ചെടി വാങ്ങിച്ചിട്ട് ഇന്നിവിടെ നടന്നു. നല്ല ഓറഞ്ച് കളറിലെ റോസാ ചെടിയാണ്. ഇവിടെയും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ഇവിടെ കുറേ പുല്ലുണ്ട്, ഒരു പൂവൊക്കെ ഉണ്ട്. ഇങ്ങോട്ടാണെങ്കിൽ എല്ലാം ക്ലീനായി. ഇത് ഒരു ഇലക്ട്രിക് ലോൺ മൂവറാണ്. റീചാർജബിൾ ബാറ്ററി വെച്ചിട്ടുള്ള ഒരു ലോൺ മൂവറാണ്. ഞങ്ങൾക്ക് 2 ബാറ്ററി ഉണ്ട്. അപ്പം ഞങ്ങളത് ചാർജ് ചെയ്തിട്ടാണ് ലോൺ മൂവ് ചെയ്യുന്നത്. ഇവിടാണ് നമ്മൾ പറിക്കുന്ന പുല്ലെല്ലാം കളക്ട് ചെയ്യുന്ന ബോക്സാണ് ഇത്. എന്നിട്ട് ഇത് നിറയുമ്പം നമ്മളവിടെ കമ്പോസ്റ്റിനകത്ത് കൊണ്ട് കളയും. ഇതാണ് വെട്ടിയ പുല്ലെല്ലാം ഇതിനകത്തുണ്ട്. ഇതിപ്പം ഞങ്ങൾ ഞങ്ങളുടെ കമ്പോസ്റ്റിനകത്ത് ഇടുവാണ്. ഇവിടെ 2 കമ്പോസ്റ്റ് ബിന്നുണ്ട്. ഞങ്ങൾ സാധാരണ ഞങ്ങളുടെ ഈ ഗാർഡനിലെ വേസ്റ്റുകൾ ഇതുപോലെ ലോൺ മൂവ് ചെയ്യുമ്പോൾ ഉള്ള പോച്ച, പിന്നെ ചെടികളൊക്കെ പറിക്കുമ്പോഴോ അല്ലെങ്കിൽ മരം മുറിക്കുമ്പോഴൊക്കെ ഉള്ള ചെറിയ ചെറിയ കഷ്ണങ്ങൾ, ഒരുപാട് വലുത് പറ്റില്ല, പിന്നെ ഇലകളും എല്ലാം ഞങ്ങൾ ഈ കമ്പോസ്റ്റുകളിലാണ് കൊണ്ടിടുന്നത്. ഇതിപ്പം ഇന്ന് രാവിലെ പറിച്ചതാണ്. അതൊക്കെ പിന്നെ അടിയിലോട്ടെല്ലാം ഉണങ്ങിയതൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങളുടെ കിച്ചണിലെ കുറച്ച് വേസ്റ്റുകൾ, ഈ നമ്മുടെ വെജിറ്റബിളിൻ്റെ ഒക്കെ ഉള്ളിയുടെ തൊലി, അങ്ങനത്തെ കുക്ക് ചെയ്തതിൻ്റെ വേസ്റ്റ് ഞങ്ങൾ ഇതിനകത്ത് വെക്കത്തില്ല. കുക്ക് ചെയ്യാത്ത റോ ഇപ്പോൾ വെജിറ്റബിളോ ഫ്രൂട്ട്സോ അതിൻ്റെയൊക്കെ വേസ്റ്റും ഒക്കെയാണ് ഞങ്ങൾ ഈ കമ്പോസ്റ്റിനകത്ത് ഇടുന്നത്. അത് ഇവിടുന്ന് നമുക്ക് മണ്ണ് കളക്ട് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു തുറക്കാനുള്ളൊരു സ്ഥലമുണ്ട്. ഇത് തുറക്കുമ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് കമ്പോസ്റ്റായിട്ട് വരുന്ന സാധനം നമുക്ക് ഇതിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ചെടിയൊക്കെ നടുമ്പം അതിനകത്ത് ആ മണ്ണിന് പകരം നമുക്ക് അത് ഉപയോഗിക്കാം. ഇതൊക്കെ കുറേ നാളായി. ഇപ്പം ഞങ്ങൾ ഇനി അത് എടുക്കണം ഇതിനകത്തുനിന്ന്. ഇത് നിറഞ്ഞു ശരിക്കും പറഞ്ഞാൽ. ഇപ്പം ഞങ്ങളുടെ ലോണൊക്കെ നല്ല വൃത്തിയായി നല്ല സുന്ദരിയായിട്ട് കിടക്കുന്നുണ്ട്. ഇതിനി ഒരാഴ്ച കഴിയുമ്പോഴത്തേന് നല്ല വെയിലൊക്കെ ആണെങ്കിൽ, ഇടയ്ക്ക് മഴയൊക്കെ പെയ്യുമല്ലോ, അപ്പോഴത്തേനിങ്ങനെ കിളിച്ചിങ്ങി വരും. അന്നേരം നമ്മളിങ്ങനെ സമ്മർ ആവുമ്പോഴേ നമുക്ക് ഇത്രയും പണിയുള്ളൂ. ഇങ്ങനെ ക്ലീൻ ചെയ്ത് ഇട്ടേക്കണം. ഇവിടുത്തെ കരിയിലകളും ഇവിടെ മരങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പം ആ കരിയിലകളും ഒക്കെ വാരി എല്ലാം വൃത്തിയാക്കിയിടണം. നമ്മുടെ പരിസരം ഇവിടെ ഇങ്ങനെ വൃത്തികേടാക്കി ഇടാൻ പറ്റില്ല. ഇത് ഞങ്ങൾ ഈ വീട് വാങ്ങിച്ചപ്പോഴേ ഇവിടെ ഉണ്ടായിരുന്ന ഇത് വാൾനട്ടാണ്. ഞങ്ങൾ ആദ്യം ഈ വീട്ടിൽ വന്നപ്പം ഈ വാൾനട്ട് വെട്ടിക്കളയാമെന്ന് വിചാരിച്ചായിരുന്നു. കുറേ ഇലകളുണ്ടല്ലോ, ഇപ്പോൾ വെട്ടിക്കളയണം. കാരണം അന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ചെറുതായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ സ്വിങ്ങും ഒക്കെ ഞങ്ങൾ പിന്നെ ഇവിടെ ഉണ്ടാക്കിയത്. അന്നേരം ഞങ്ങൾക്ക് ഈ മരം വെട്ടിക്കളയണമെന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ ഈ വീടിൻ്റെ നേരത്തെ ഓണർ അയാൾ പറഞ്ഞു ഇത് വെട്ടരുത്, ഇത് വാൾനട്ടാണ്, നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വെട്ടാതെ നിർത്തി. ഇതാണ് ഞങ്ങളുടെ ഗാർഡൻ ഹൗസ്. ഇവിടാണ് ഞങ്ങൾ ഞങ്ങളുടെ ഗാർഡനിലേക്ക് വേണ്ടിയിട്ടുള്ള പണി സാധനങ്ങളും ഒക്കെ സൂക്ഷിക്കുന്നത്. ഇത് ഞങ്ങൾ വീട് വാങ്ങിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഇതിവിടെ ഉണ്ടായിരുന്നു. ചിലപ്പം മണ്ണൊക്കെ വാങ്ങിക്കും. അപ്പോൾ അതൊക്കെ ഞങ്ങളെല്ലാം സ്റ്റോർ ചെയ്യുന്നത് ഇതിനകത്താണ്. ഇപ്പം ഞങ്ങളുടെ ഗാർഡൻ നല്ല സുന്ദരിയായില്ലേ?
ഞങ്ങൾക്ക് ഈ വീട്ടിനകത്തുനിന്ന് ഇത് ഫുൾ ഗ്ലാസ് വിൻഡോ ആണ് ഞങ്ങളുടെ. അപ്പം ഞങ്ങളുടെ ഡൈനിങ് റൂമാണത്. അതിനകത്തിരുന്ന് കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാൻ വേണ്ടി. ഇങ്ങനെ ചെടികളും നട്ടേക്കുന്നതും പിന്നെ ഈ ലോണും. പിള്ളേർ വെളിയിൽ കളിക്കും ചിലപ്പോൾ. അപ്പം ഞങ്ങൾ അവിടെ ഒക്കെ ഇരിക്കുമ്പം ഫ്രണ്ട്സൊക്കെ വരുവാണെങ്കിൽ അവരുടെ കുട്ടികളൊക്കെ ഇവിടെ വന്ന് വെളിയിലൊക്കെ കളിക്കും. അപ്പം ഞങ്ങൾക്ക് അകത്തിരുന്ന് തന്നെ കാണാം കളിക്കുന്നതും ഒക്കെ. അപ്പം ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ് ഞങ്ങളകത്തിങ്ങനെ ഇരുന്നിട്ട് ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വെളിയിലോട്ട് നോക്കാൻ, ഇവിടെ ഈ പൂക്കളും ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. വിൻ്ററിലാണെങ്കിലും നല്ല രസമാണ്. ഒരു വിൻ്റർ ഗാർഡൻ പോലാണ് അകത്തുനിന്ന് നോക്കി. ഇവിടെ ഇപ്പോൾ സ്നോയൊക്കെ പെയ്ത് കിടക്കുവാണെങ്കിൽ വെളിയിൽ അകത്തുനിന്ന് നോക്കിയാൽ നല്ല രസമാണ്, ഫുള്ള് വൈറ്റായിട്ട് കിടക്കുന്നത് കാണാൻ. ഇനി വിൻ്റർ ആകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ കാഴ്ചയും കാണിച്ചു തരാം. ഞങ്ങൾ കുറച്ച് ചെറിയ ഉള്ളി വാങ്ങിച്ചായിരുന്നു. അത് മുളച്ചപ്പോൾ ഞങ്ങൾ അതെല്ലാം ഇവിടെ നട്ട് വെച്ചിട്ടുണ്ട്. ഇത് നോക്കൂ, വാഴയാണ്. ഞങ്ങൾ ഈ വർഷം ഒരു 4 ഇതുപോലത്തെ ചെറിയ വാഴ വാങ്ങിച്ചതാണ്. ചെറുതായിരുന്നു, ഇതിപ്പോൾ ഇത്രയായി. പക്ഷേ ഇപ്പം ഞങ്ങളതെടുത്ത് വെളിയിൽ നട്ടു ഗാർഡനിൽ. ഇനിയും വിൻ്റർ സർവൈവ് ചെയ്യുമോ നോക്കണം എങ്ങനെ ഉണ്ടെന്ന്. ഇത് വിൻ്റർ ഹാർഡാണോ എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷേ ഞങ്ങളിത് ട്രൈ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ വെളിയിൽ നട്ടിരിക്കുകയാണ്. ഇത് മിൻ്റാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ വിൻ്റർ ഹാർഡാണ്. എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് തന്നതാണ്. വിൻ്റർ ആവുമ്പോൾ ഇതിൻ്റെ ഇലയെല്ലാം കൊഴിഞ്ഞിട്ട് അങ്ങ് കമ്പ് മാത്രമാവും. പക്ഷേ സമ്മർ ആവുമ്പം വീണ്ടും അതെല്ലാം കിളിച്ചതാണ്ട്. ഇപ്പം നമുക്ക് ഇഷ്ടം പോലെ മിൻറ്റ് ലീഫ് കിളിച്ചിട്ടുണ്ട്. നല്ല മിൻറ്റ് ലീഫാണ്. ഞങ്ങൾ ബിരിയാണിയൊക്കെ വെക്കുമ്പോഴൊക്കെ ഇതിൽ നിന്നാണ് എടുക്കുന്നത്. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.